ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഈ വീഡിയോ കണ്ടായിരിക്കും. കുറേ പേര് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ എന്താ പറയുക ഡാമേജ്ഡ് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കുറേ പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും അതിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾക്കറിയാം, ഒന്നാമത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പണിയാണെങ്കിൽ ഡാമേജ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെ അവരെ വിളിച്ചാലും കിട്ടില്ല, ഒരു രക്ഷയില്ല. അവർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഒക്കെ ചെയ്യും. ആ റിട്ടേൺ പീരീഡ് കഴിഞ്ഞവരാകുമ്പോൾ ഒരു ഉടായ്പ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്, എന്നിട്ട് മാത്രം വാങ്ങിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ ആമസോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് എന്താ പറയുക ഓഫേഴ്സ് കൂടുതൽ. അങ്ങനെ ഒരു ഗുണം ഫ്ലിപ്കാർട്ടിലുണ്ട്. പറയുമ്പോൾ അമ്മമാരെ വിശ്വസിക്കാൻ കൂടുതലും, പക്ഷേ ഓഫേഴ്സ് കൂടുതലും പ്രൊഡക്ട്സ് കൂടുതലും ഒക്കെ ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കാര്യം പറയാൻ കാരണം. ഞാൻ നോർമലി ഫ്ലിപ്കാർട്ടിനെ പ്രൊമോട്ട് ചെയ്യാറുള്ളതല്ല, പക്ഷേ ഈ ഇപ്പോൾ കമ്പയർ നോക്കിയാൽ തന്നെ പ്രൈസും കുറവും, സെയിം പ്രൊഡക്റ്റിന് പ്രൈസ് കുറവും, അങ്ങനെ കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഗുണങ്ങളുണ്ട്. പ്രൈസ് കുറവ്, അതുപോലെ തന്നെ പ്രൊഡക്ട്സ് കുറേ, അതായത് കോമ്പറ്റീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് കിട്ടും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ മോട്ടറോള ലാപ്ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ബാക്കി രണ്ടെണ്ണം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, അത് വേറെ കാര്യം. മോട്ടറോള പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിലില്ല. പക്ഷേ വാങ്ങിക്കുമ്പോൾ ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ളി ചെക്ക് ചെയ്തിട്ട് നോക്കി മാത്രം വാങ്ങിക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, gem.backsuport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഔട്ട് ഓഫ് ഡെലിവറി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണിച്ചു തുടങ്ങും. എന്താ വെച്ചാൽ എന്താ പറയുക, ഔട്ട് ഓഫ് ഡെലിവറി ആയിട്ടുണ്ട്, ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഞാനൊരു ഷവോമിയുടെ ഒരു TV നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ട്രസ്റ്റ് ഷീൽഡ് എന്നൊക്കെ പറഞ്ഞ സാധനം, അത് നിങ്ങൾ നോക്കണ്ടാക്കുക, വെറും മുട്ടായ്പ വീഡിയോയാണ് അവന്മാരുടെ ഡാമേജ് കവറേജും വാങ്ങുന്ന സാധനങ്ങളൊക്കെ. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് ഈ സാധനം വരുമ്പോൾ നിങ്ങൾക്ക് പറയാം കുറേ, ഇപ്പം മിക്ക സ്ഥലത്തും ഞാൻ ഇപ്പോൾ തൃശ്ശൂർ, ഇപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തെ വീട്ടിലാണ്. ഇവിടെ കുറച്ച് ഷോക്കാണ് ഡെലിവറി, ആമസോണും കണക്കാം അവിടുത്തെ ഡെലിവറി. നമ്മുടെ തൃശ്ശൂർ ആക്ച്വലി എനിക്ക് നല്ല ഡെലിവറി ആയിരുന്നു. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും ഒന്നാമത് കുറേ കാലമായതുകൊണ്ട് തന്നെ പരിചയ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ പുതിയ സ്ഥലത്തൊക്കെ നിങ്ങൾ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയും, നമ്മുടെ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം. നോർമലി ഇവർ പറയുന്നത്, ഇവരുടെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനാണ് അവർ പറയുന്നത്, അതായത് OTP കൊടുക്കാനാണ്. പക്ഷേ അത് മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. നിങ്ങൾ ആക്ച്വലി പ്രൊഡക്റ്റ് ഇന്റേണലി നോക്കണം. തുറന്നു നോക്കാൻ എന്തായാലും ഒരു സമ്മതിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ഓൺ ചെയ്തിട്ട്, ഇപ്പോൾ ഫോൺ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്തിട്ട് എല്ലാം വർക്ക് ചെയ്യണോ നോക്കി നോക്കുക. ലാപ്ടോപ്പ് ആണെങ്കിലും ഓൺ ചെയ്തിട്ട് ചാർജ് ഇല്ലെങ്കിൽ ചാർജ് കുത്തിയിട്ടും കൂടി നോക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അവർക്ക്, പക്ഷേ ഡെലിവറി ഏജന്റിനെ പറഞ്ഞിട്ട് അറിയില്ല, എന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും ദിവസം ഇത്രയും ഡെലിവറി ചെയ്യുന്ന അനുസരിച്ചാണ് കാശ്. അപ്പോൾ അവർ പെട്ടെന്ന് തീർത്തിയൊക്കെ കൂട്ടും. പക്ഷേ നിങ്ങൾ എന്താ പറയുക, അവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് തന്നെ സാധനം ചെക്കൗട്ട് നോക്കി വെക്കുക. ഇപ്പോൾ കേബിള് കാര്യങ്ങളൊക്കെ അഡാപ്റ്ററൊക്കെ പുറത്ത്, അതായത് പ്ലഗ് പോയിന്റ് ഒക്കെ പുറത്തുണ്ടെങ്കിൽ പിന്നെ ചാർജ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയാം. പിന്നെ ഓൾമോസ്റ്റ് ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കി ഇടുക. ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തൊട്ട് തന്നെ ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കി ഇടുക. വീഡിയോയിൽ കട്ട് വരരുത്, അതായത് കുറച്ച് നേരം കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ആക്കരുത്, ഫുൾ ടൈം ഓൺ ആക്കി ഇടണം. അപ്പോൾ അല്ലെങ്കിൽ അത് കാരണം പറഞ്ഞിട്ട് ചിലപ്പോൾ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ഉടായ്പിൻ്റെ ആശാന്മാരവന്മാർ എന്തെങ്കിലും കാരണം കിട്ടി, അല്ലാണ്ട് തന്നെ അവന്മാർ സെൽഫായിട്ട് തന്നെ റിസോൾവ് കൊടുക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് OTP കൊടുക്കണ്ട, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ്മെന്റിലേക്ക് പോയിക്കോളും. ഇവരുടെ ഈ ഔട്ട് ഓഫ് ബോക്സ് ഡെലിവറിയുടെ വേറെ പ്രശ്നമുണ്ട്. ഫസ്റ്റ് ടൈം മാത്രം നമുക്ക് ഈ ഓപ്പൺ ബോക്സ് കിട്ടുള്ളൂ. രണ്ടാമത്തെ റീപ്ലേസ്മെന്റ് വരുമ്പോൾ സാധാരണ ഡെലിവറി ആയിരിക്കും. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഫ്ലിപ്കാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ഉമ്മാരയിൽ സ്കാമുകളുടെ ഇവർ സ്കാം ചെയ്യാനാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഇവരെ സെല്ലർമാരെ കൊണ്ട്. മെയിൻ സെല്ലർമാരുടെ ഒക്കെ ഇഷ്ടം പോലെ സ്കാമുകൾ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നോർമലി ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായിട്ട് ഒഫീഷ്യലി ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ മോട്ടറോളൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അത് ഫ്ലിപ്കാർട്ട് ഒഫീഷ്യലാണ്. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചാൽ മാക്സിമം എന്താ പറയുക ഈ ഫ്രോഡ് പരിപാടികൾ കുറവായിരിക്കും. ഞാൻ അതുപോലെ തന്നെ പിക്സലും അതൊക്കെ ഞാൻ നോർമലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. വെച്ചാൽ അവരൊക്കെ ഒഫീഷ്യലി ഫ്ലിപ്കാർട്ട് ത്രൂ സെല് ചെയ്യുന്നതാണ്. പക്ഷേ ബാക്കി സാധനങ്ങളുണ്ട്. ഇപ്പോൾ സാംസങ്, ഇപ്പോൾ റീസെൻ്റ് എനിക്കൊരു പയ്യൻ മെസ്സേജ് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ, സാംസങ്ങിൻ്റെ S24 Ultra വാങ്ങിച്ചിട്ട് സാധനം ചെക്കൗട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് സാധനം വർക്കിംഗ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഓപ്പൺ ചെയ്തല്ല, അതൊക്കെ സീൽഡ് ഫോക്സ് പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇനിയിപ്പോൾ 6 മാസം കൂടി വാറണ്ടി ഉള്ളൂ. ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ വിളിച്ചാൽ അവന്മാരെ കിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബോക്സിൽ വരുന്ന സീരിയൽ നമ്പറും ഇപ്പോൾ ലാപ്ടോപ്പിനുണ്ട് സീരിയൽ നമ്പർ ഉണ്ട്, അതിന്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ സീരിയൽ നമ്പർ കിട്ടും. അതൊക്കെ കറക്റ്റായിട്ട് മാച്ച് ആവാൻ നോക്കണം. എന്ന് വെച്ചാൽ ഇത് മാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ അവർ പറയും ഇത് സീരിയൽ നമ്പർ മാച്ച് ആവില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇവർ പല കാരണങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഇൻഷുറൻസ് ഏജന്റുമാരെ പോലെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാട്ടോ. എന്ന് വെച്ചാൽ വാങ്ങിക്കാനാന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എനിക്ക് തോന്നാൻ മെയിനായിട്ട് ആമസോണിനാടും കൂടുതൽ. അത് കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പ്രൊഡക്ട്സുകൾ കൂടുതലും ഓഫറുകൾ കൂടുതലും ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഒരു ടിവിയുടെ കാര്യം പറഞ്ഞു, ഷോമിയുടെ ടിവിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഷോമിയുടെ ടി വി ഞാൻ ആക്ച്വലി ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് 19,000 രൂപയ്ക്ക് അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ഇതേപോലെ തന്നെ ഷോമിയുടെ ടി വി ഒന്നാമത് ഈ സീരീസ് ഒന്നും ആമസോണിൽ നോക്കിയപ്പോൾ 25-26 രൂപയുടെ കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഞാനൊരു സെക്കൻഡറി ടി വി ആയിട്ട് നോക്കുന്നത് നമ്മുടെ മുകളിലത്തെ റൂമിലേക്ക്. അപ്പം മെയിൻ 43 അപ്പോൾ എനിക്ക് മെയിൻ എൻ്റെ ഓൾറെഡി വീട്ടിലുള്ളത് 65 സാംസങ്ങിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട. പിന്നെ ഷവമിയുടെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് വീഡിയോ ചെയ്യാം. എന്ന് വെച്ചാൽ കുറേ പേര് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ കുറേ ടി വികൾ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇവരുടെ 2025 ലേറ്റസ്റ്റ് മോഡലുള്ള ടി വികളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്കിതിൽ 19,000 രൂപയ്ക്ക് കാർഡ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നുണ്ട്. ആമസോണിൽ ഇതില്ല. ഈ 25-26 രൂപയുടെ സാധനമുള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. രണ്ടും QHD തന്നെയാണ്. ഇതും QHD ഉണ്ട് എ സീരീസിൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഈ പ്രൈസും നല്ല പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നതാണല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ ആമസോണിൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ TV സ്മാർട്ട് TV അടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡുകളൊന്നും ആമസോണിൽ കാണിക്കുന്നില്ല. അതിന് പകരം ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ബ്രാൻഡുകൾ കാണിക്കുന്നത്. അതാണ് കുഴപ്പം. ഞാൻ നോർമലി ഫ്ലിപ്കാർട്ടിന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുള്ളതല്ല, പക്ഷേ ഇതാണ് പ്രശ്നം. പ്രൊഡക്ട്സ് കൂടുതലും ഓഫേഴ്സ് കൂടുതലും ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനായിരിക്കും വാങ്ങിക്കേണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് മെഷേഴ്സ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, കുറേ സെയിൽസ് ആണെന്നുണ്ടെന്നല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്കാമിൽ പെട്ടിട്ടുണ്ട്. അത് ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നടക്കുന്നത് ലാപ്ടോപ്പിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മെയിൻ ലാപ്ടോപ്പിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം. ലാപ്ടോപ്പ് സ്കാമർ ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടുണ്ട്. നിങ്ങൾ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇൻക്ലൂഡിങ് മലയാളത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി സാംസങ്ങിൻ്റെ S24 Ultra നമുക്കൊരു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ അയച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. ഞാൻ ആളോട് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ടും കാണാനൊക്കെ കൊടുക്കാം. ആള് കോളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. എന്നുവെച്ചാൽ സർവീസ് സെൻ്ററിൽ പോയി സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ പോയി ചോദിച്ചപ്പോൾ അതിൽ 6 മാസം കൂടി വേണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾ 2 ദിവസം മുമ്പ് വാങ്ങിച്ച ഫോണാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇതിൽ ലാപ്ടോപ്പിൽ നടക്കുന്നുണ്ട്, സ്മാർട്ട് ഫോണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വാങ്ങിക്കാൻ മറക്കരുതിട്ടാ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, അലേർട്ട് ചെയ്യാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. വൈൻഡപ്പ് ചെയ്താലോ. നമ്മുടെ പുതിയ ചാനലാട്ടോ, നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് ആപ്പ് ഇൻസർ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നമ്മുടെ വെബ്സൈറ്റ് നോക്കാനും മറക്കണ്ട. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അടുത്ത് കാണാം.